അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പുതിയ വെളിപാടുമായിട്ട് വന്നിട്ടുണ്ട്. പെപ്സി നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനായത്ത്. മൂപ്പര് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമായി പോകുമെന്ന്. വികാരം മാത്രമല്ല, വിവരമില്ലായ്മയുമായി പോകും എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പെപ്സിക്കെതിരെയുള്ള ആയത്താണ് മൂപ്പര് ദുർവ്യാഖ്യാനം ചെയ്തു പോകുന്നത്. ഇതുപോലെ പല ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തൻ്റെ സ്വന്തം ഇംഗിതത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് ഓതി ജനങ്ങളെ പറ്റിച്ച് എത്ര കാലം പ്രസംഗിച്ചിട്ടുണ്ട് ഇയാളെ മുമ്പിലിരിക്കുന്നവർക്ക് ചെറിയൊരു വിവരം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പോവുമോ? അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നുള്ളത്. തൻ്റെ കൂട്ടത്തിൽപ്പെട്ട അണികൾ പോലും പറയുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് പച്ചക്കളവാണ്, ദുർവ്യാഖ്യാനാണ്, ഇല്ലാത്തതാണ്, കെട്ടുകഥയാണ്. പല കെട്ടുകഥകളും പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ബാലുശ്ശേരിയുടെ ഈ ഒരു പെപ്സിക്കെതിരെയുള്ള ഖുർആൻ വ്യാഖ്യാനം ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പോൾ മനസ്സിലാവും ഇയാളെ വിവരം എത്രത്തോളം ഉണ്ട് എന്ന്. ഇദ്ദേഹത്തെ വലിച്ചെറിയാൻ സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഞാൻ പറയണത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അത് എൻ്റെ ഒരു വികാരമാണ്. നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിൽ പറയുന്നത് നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു. ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി. 1400 വർഷം മുമ്പ് പെപ്സി വിലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് ഖുർആനിൽ പെപ്സി പാടില്ലെന്ന്. നിങ്ങൾ കണ്ടോ? സഹാബി ചോദിച്ച ചോദ്യമാണത്. ഞാൻ വായിച്ച ഖുർആനിലൊന്നും അതില്ലല്ലോ. ഖുർആൻ വായിച്ചിരുന്നു കാണാമായിരുന്നു. ഹദീസിലെ ആയത്തിൽ അതുണ്ട്. 59-ാം അധ്യായം 59-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെപ്സിയും കോളയും പുകവലിയും പെത്തഡിനും ബ്രൗൺ ഷുഗറും അശീഷും എല്ലാം വിലക്കി. എന്താ കാരണം? ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ട ഒന്നുമില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തറിയോ? ഈ ബിഗ് ബാങ് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത്. നിങ്ങൾ ബാലുശ്ശേരിയുടെ ഖുർആൻ പെപ്സിക്കെതിരെയുള്ള ഖുർആൻ വ്യാഖ്യാനം, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി അവസാനം മൂപ്പര് പ്രസംഗിച്ചെത്തിയത് ബ്ലാക്ക് ഹോളും വൈറ്റ് ഹോളും ബിഗ് ബാങ് തിയറിയൊക്കെയാണ്. ഇനി ആ ബിഗ് ബാങ് തിയറിയും ബ്ലാക്ക് ഹോളൊക്കെ ഖുർആൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അടുത്ത പ്രസംഗത്തിൽ അദ്ദേഹം ഇറക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഖുർആനുണ്ടെന്ന് പറഞ്ഞ മറ്റൊരു ആയത്ത് അദ്ദേഹം ഓതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഇവരുടെയൊക്കെ വ്യാഖ്യാനങ്ങളും പ്രസംഗങ്ങളും. ഇത് കേട്ട് എത്രയോ ആളുകൾ വഴിതെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. പല ഹദീസുകളും പല ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാത്ത, നബി പറയാത്ത, വിശദീകരിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വിശദീകരണം നൽകിക്കൊണ്ട് ആളുകളെ വശീകരിക്കുന്ന അവസ്ഥാവിശേഷം. അതുകൊണ്ട് നാം ഇദ്ദേഹത്തെ സൂക്ഷിക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ നമ്മൾ വഴിവെച്ചു പോകുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവരെ കൂട്ടത്തിൽപ്പെട്ട അനസ് മൗലവി തന്നെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അത് കേട്ടാൽ മനസ്സിലാവും അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ അള്ളാഹ് വിലക്കി ഖുർആനിൽ വിലക്കിയ പെപ്സിയോ, അങ്ങനെ ആയത്ത് ഖുർആനിലോ, എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ? പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹറാമാണോ? അള്ളാന്റെ ആയത്തോതി തോന്നിയാസാർത്ഥം പറയുക, ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക, അള്ളാഹു അവന്റെ ശാരി മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഒരുത്തൻ കയറിയിരിക്കുക. ഇതല്ല ജൂത പണ്ഡിതന്മാർ ചെയ്തത്.